Good evening, all. Welcome to Maxi Learning. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇലക്ട്രോണിക് സർക്യൂട്ട്സ് എന്ന സെക്ഷനിലെ ഓസിലേറ്റേഴ്സ് എന്ന ടോപ്പിക്കാണ്. ഓക്കെ, ഓസിലേറ്റേഴ്സ് എന്നാൽ നമ്മൾ നോക്കിയത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫീഡ്ബാക്ക് സർക്യൂട്ട്സ്. അതിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക്, പോസിറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട്സ്. അതിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ടിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ആര് ഓസിലേറ്റേഴ്സ് കേട്ടോ. അപ്പോൾ ആ ഒരു സെക്ഷൻ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ സിലബസിലെ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഓസിലേറ്റേഴ്സ്. ഓസിലേറ്റേഴ്സിൻ്റെ ബാർക്കോസൻ ക്രൈറ്റീരിയൻ എന്താണ്, അതിലെ ഡിഫറെൻറ്റ് ഓസിലേറ്റേഴ്സ് ആയ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ, വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ, പിന്നെ LC ഓസിലേറ്റേഴ്സ് ആയിട്ടുള്ള ഹാർട്ട്ലി ആൻഡ് കോൾപിറ്റ് ഓസിലേറ്റേഴ്സ് ആൻഡ് ക്രിസ്റ്റൽ ഓസിലേറ്റർ. ഓക്കെ, ആൻഡ് അനാലിസിസ്, അതിൻ്റെ അനാലിസിസുകൾ. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് ഓസിലേറ്റർ. ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സിസ്റ്റം അല്ലെങ്കിൽ ഒരു സർക്യൂട്ട് വിച്ച് ജനറേറ്റ് സിനുസോയിഡൽ സിഗ്നൽ. ഓക്കെ, ഒരു സർക്യൂട്ട് ലൈക്ക് ഇറ്റ്സ് എ സിമ്പിൾ, ഇവിടെ നമുക്ക് വരയ്ക്കാം. ഓക്കെ, ഓക്കെ, ഒരു ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ ഇത് ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ സർക്യൂട്ടാണ് സിനുസോയിഡൽ സിഗ്നൽസിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സർക്യൂട്ടുകളെയാണ് നമ്മൾ ഓസിലേറ്റേഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ യൂഷ്വലി എല്ലാ ഇപ്പോൾ പല ഓസിലേറ്റേഴ്സ് ഉണ്ട്. അതിൽ നോർമലി ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഓസിലേറ്റേഴ്സ് പറഞ്ഞാൽ ഇറ്റ് ജനറേറ്റ് സിനുസോയിഡൽ സിഗ്നൽസ്. ഓക്കെ, ഇറ്റ് ജനറേറ്റ് സിനുസോയിഡൽ സിഗ്നൽസ്. അല്ലാത്ത ഓസിലേറ്റേഴ്സിനെ നമ്മൾ നമ്മുടെ പല മൾട്ടി വൈബ്രേറ്റേഴ്സ് ഒക്കെ ഓസിലേറ്റേഴ്സ് ആയിട്ടല്ല, അതൊരു ഫ്രീ റണ്ണിങ് ഒരു ഡിവൈസ് പോലെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒരു മിനിറ്റ്. സോറി, ജസ്റ്റ് ഒരു കാര്യം. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഓസിലേറ്റേഴ്സ് ആണ്. ഓസിലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എനി സർക്യൂട്ട് വിച്ച് ജനറേറ്റ് സിനുസോയിഡൽ ഔട്ട്പുട്ട്, അതിനെയാണ് നമ്മൾ ഓസിലേറ്റേഴ്സ് എന്ന് വിളിക്കുക. അല്ലാത്ത ഇപ്പോൾ ലൈക്ക് അല്ലാതെ ഇപ്പോൾ ട്രയാങ്കിൾ വേവ്, സ്ക്വയർ വേവ് അങ്ങനത്തെ സിഗ്നലും ജനറേറ്റ് ചെയ്യുന്ന ഓസിലേറ്റേഴ്സ് ഉണ്ട്. അതിനെ ജനറലി നമ്മൾ അതർ ദാൻ ഇവിടെ എഴുതാം. ഓക്കെ, അതർ ദാൻ അതർ ദാൻ സിനുസോയിഡൽ ഔട്ട്പുട്ട്. സിനുസോയിഡൽ ഔട്ട്പുട്ട് അല്ലാത്ത സിഗ്നലിനെ ജനറേറ്റ് ചെയ്യുന്ന ഇത് സർക്യൂട്ടിനെ നമ്മൾ വേറെ കളർ ഉപയോഗിക്കാം. അത് നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ ഓർത്ത് വെച്ചാൽ മതി. അതിന് റിലാക്സേഷൻ ഓസിലേറ്റേഴ്സ് വിളിക്കും. റിലാക്സേഷൻ ഓസിലേറ്റേഴ്സ് വിളിക്കും. ഓക്കെ, ലൈക്ക് മൾട്ടി വൈബ്രേറ്റേഴ്സ് എല്ലാം അതിലാണ് റിലാക്സേഷൻ ഓസിലേറ്റേഴ്സ് ആണ് അതെല്ലാം വരുന്നത്. അപ്പോൾ ഇറ്റ് മേ ജനറേറ്റ് സിനുസോയിഡ്, മോസ്റ്റ്ലി സർക്യൂട്ട്സ് വിച്ച് വോണ്ട് ജനറേറ്റ് സിനുസോയിഡ്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് it will generate square wave, triangle wave or some other signals, but it will be periodic. Okay, in a relaxation based oscillator. However, we are today we will see sinusoidal oscillators. Okay, so sinusoidal oscillator the basic concept എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ക്ലാസ് പഠിച്ച പോലെ they are positive feedback. Okay, positive feedback circuits ആണ് ഓസിലേറ്റേഴ്സ്. അപ്പോൾ ഓസിലേറ്റേഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആംപ്ലിഫയേഴ്സിലൊക്കെ എങ്ങനെയാണ്, ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ആംപ്ലിഫൈ ചെയ്യും. സോ ഇറ്റ് ഹാസ് സം ഇൻപുട്ട്. ഓക്കെ, സോ ആംപ്ലിഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് ഇൻപുട്ട്. ഓക്കെ, ഒരു ഇൻപുട്ട് സിഗ്നൽ ഉണ്ട്. ഓക്കെ, വൈൽ ഓസിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓസിലേറ്റേഴ്സിലൊന്നും ഇല്ല, ഡു നോട്ട് ഹാവ് ഇൻപുട്ട്. ഇൻപുട്ട് സിഗ്നൽ, ഒരു ഇൻപുട്ട് സിഗ്നൽ ഒന്നും ഉണ്ടാവില്ല. ലൈക്ക് അതൊരു എന്തായാലും ബയാസിങ് ഉണ്ടാവും, ഒരു വോൾട്ടേജ് DC ബയാസ് വോൾട്ടേജ് ഒക്കെ കൊടുക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരു ഇൻപുട്ട് സിഗ്നലൊന്നുമില്ല.
and it generates the signal. ഈ ഒരു സിഗ്നലിനെ ശരിക്കും അത് എന്ത് ചെയ്യാണ്, it actually generates the signal. Okay, it doesn't require any input signal. However, it will generate a signal which can be given to amplifiers. Okay, which is given to the as an input to the amplifier. Okay, and it uses positive feedback. Amplifiers എന്താണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് യൂസ് ചെയ്യുക സ്റ്റെബിലിറ്റിക്ക് വേണ്ടി. പോസിറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുക എന്താണ്, ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ, അതെ, അല്ലെങ്കിൽ ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം ആണ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. അതുകൊണ്ട് തന്നെയാണ് അത്തരം അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം നമുക്ക് ഇങ്ങനെ ഒരു ഓസിലേറ്റിംഗ് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏതൊരു സിസ്റ്റത്തിനെയും നമുക്കൊരു സിനുസോയിഡൽ ഓസിലേഷൻസ് ഔട്ട്പുട്ട് വരണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓസിലേറ്ററായി വർക്ക് ചെയ്യണമെങ്കിൽ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ വൺ ക്രൈറ്റീരിയൻ ദാറ്റ് ഈസ് നോൺ ആസ് ബാർക്ക്-ഹോസൻ ക്രൈറ്റീരിയൻ. ഓക്കെ, ഒരു ഓസിലേറ്റർ വർക്ക് ചെയ്യണമെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയ മെറ്റ് ചെയ്താലേ അത് എന്ത് ചെയ്യുള്ളൂ, ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. ദാറ്റ് ഈസ് നോൺ ആസ് ബാർക്ക്-ഹോസൻ ക്രൈറ്റീരിയൻ ആൻഡ് ദിസ് ഈസ് ആൻ എസെൻഷ്യൽ essential for oscillation. Oscillator ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ദിസ് ക്രൈറ്റീരിയൻ ഈസ് എസെൻഷ്യൽ. ഓക്കെ, സോ എന്താണ് ഈ ക്രൈറ്റീരിയൻ നമുക്ക് നോക്കാം. സോ ബേസിക്കലി ഞാൻ പറഞ്ഞു എന്താണ് ഒരു ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പോസിറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം. അതാണ് ഇവിടെ നമ്മൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ടോട് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഹിയർ ഇൻപുട്ട് വിൽ ബി സീറോ. ഇൻപുട്ട് ഇല്ല, ഇവിടെ ഒരു ഇൻപുട്ട് വോൾട്ടേജ് അവിടെ ഉണ്ടാവില്ല. ഓക്കെ, വൈൽ ദർ വിൽ ബി ഓൺലി എ DC ബയാസ് വോൾട്ടേജ് ടു ദാറ്റ്. ഓക്കെ, ഇത്തരം ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ട് വിത്ത് നോ ഇൻപുട്ട് വിൽ വർക്ക് ആസ് എ ഓസിലേറ്റർ ബേസ്ഡ് ഓൺ ദ ടു ക്രൈറ്റീരിയൻ, ദാറ്റ് ഈസ് 2 ബാർക്ക്-ഹോസൻ ക്രൈറ്റീരിയൻ. അതിന്റെ ഫസ്റ്റ് ക്രൈറ്റീരിയൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ലൂപ്പ് ഗെയിൻ. ഓക്കെ, ഈ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് സർക്യൂട്ടിന്റെ ലൂപ്പ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എയും ബീറ്റ, എ എന്നാണ് ഓപ്പൺ ലൂപ്പ് ഗെയിനും ബീറ്റ എന്ന് പറഞ്ഞാൽ ക്ലോസ് ലൂപ്പ് ഗെയിൻ ആണെങ്കിൽ ദ ലൂപ്പ് ഗെയിൻ ഈസ് given as a beta, right? A into beta. Okay, this should be equal to 1. Okay, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. The loop gain should be equal to 1. Okay, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല ഇവിടെ. ഓക്കെ, സോ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റത്തിന്റെ ലൂപ്പ് ഗെയിൻ എപ്പോഴാണ് 1 ആവണേ, അതാണ് അതിന്റെ ഫസ്റ്റ് ക്രൈറ്റീരിയൻ ഒരു സസ്റ്റെയിൻഡ് ഓസിലേഷന്. ഈ ലൂപ്പ് ഗെയിൻ 1 ആവുമ്പോൾ എന്താ സംഭവിക്കുക ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. ലൂപ്പ് ഗെയിൻ 1 ആവുകയാണെങ്കിൽ ഇപ്പൊ ഇതാണ് അതിന്റെ നെറ്റ് ഗെയിൻ ഓഫ് ദിസ് സിസ്റ്റം അല്ലേ. അപ്പോൾ ലൂപ്പ് ഗെയിൻ 1 ആവുകയാണെങ്കിൽ എന്താർത്ഥം, A/1 മൈനസ് A ബീറ്റ 1 ആയി, right? So 1 minus 1 is 0. So this will become infinity. So the net gain of this positive feedback system will become infinity. So അതാണ് ആവശ്യം. അതായത് ഇവിടെ ഒരു ഇൻപുട്ടും കൊടുക്കുന്നില്ല, അപ്പോൾ ഇവിടെ 0 ഇൻപുട്ട് ആണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്താലല്ലേ ഔട്ട്പുട്ടിൽ വരും. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു നോയ്സോ ചെറിയൊരു നോയ്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ അവിടെ എന്ത് ചെയ്യണം, ഇവിടെ ഒരു സിഗ്നലായി കൺവേർട്ട് ആവണം. സോ ഇറ്റ് ഷുഡ് ബി multiplied with a, or this input signal should be multiplied with a very big factor. So that's why this feedback, the loop gain of this system should be 1, so that the entire or the net amplification factor of the feedback system will be infinity. Okay, so that is the first criterion. Second criterion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the phase shift around the loop should be 0 or an integer multiple of 2 pi. അതായത് say okay, so if there is some signal, okay, so ഈ ഓസിലേറ്റർ കാരണം എന്തൊരു സിഗ്നൽ ജനറേറ്റ് ആയി. ഇവിടെ ഒരു സിഗ്നൽ ഉണ്ട്. ഈ സിഗ്നല് ഈ പറയുന്ന ആംപ്ലിഫയറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് മേ ബി ഇൻ ഫേസ് ഓർ ഔട്ട് ഓഫ് ഫേസ്, റൈറ്റ്? അപ്പോൾ ചിലപ്പോൾ ഇവിടെ ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടായിരിക്കാം. ഓക്കെ, ചില സിഗ്നൽ ബേസ് ചെയ്തിട്ട് അതിന് ചെറിയൊരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടായിരിക്കാം. ഈ സിഗ്നൽ വീണ്ടും എന്തിലേക്ക് കൊടുക്കുന്നു, ഒരു ഫീഡ്ബാക്ക് സ്റ്റേറ്റിലേക്ക് വരുന്നു, വീണ്ടും ഒരു ഫേസ് ഷിഫ്റ്റ് ഇത് ജനറേറ്റ് ചെയ്തിരിക്കാം. സോ ഒരു സിഗ്നൽ ഈ പോയിന്റ് അതിന്റെ ഇൻപുട്ട് പോയിന്റ് നിന്ന് ത്രൂ ദിസ് ലൂപ്പ്, ഓക്കെ, ത്രൂ ദിസ് ലൂപ്പ് സഞ്ചരിച്ച് വീണ്ടും ഇതേ പോയിന്റിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഫീഡ് ചെയ്യുന്ന ഈ സിഗ്നൽ, ഓക്കെ, ഈ ഇതിലൂടെയൊക്കെ പോയി വീണ്ടും തിരിച്ചു വരുന്ന ഈ സിഗ്നലിന്റെ ഫേസ് എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി ഇൻ ഫേസ് വിത്ത് ദി പ്രീവിയസ് ഇൻപുട്ട് സിഗ്നൽ or a integer multiple of 2 pi. Integer multiple of 2 pi പറഞ്ഞാൽ വീണ്ടും 0. ഓക്കെ, 2 pi 360 ഡിഗ്രിയോ 720 ഡിഗ്രിയോ ആയിക്കഴിഞ്ഞാൽ വീണ്ടും ഇൻ ഫേസ് ആയി അല്ലേ. സോ ഇത് ഈ ഒരു ഇങ്ങനെ ഫേസ് ഷിഫ്റ്റ് ഇങ്ങനെ ആവുകയാണെങ്കിലാണ് അതൊരു സസ്റ്റെയിൻഡ് ഓസിലേഷൻസ് അവിടെ പോസിബിൾ ആവുള്ളൂ, ഓക്കെ, ഒരു ഓസിലേറ്ററിൽ. സോ ദിസ് ഇസ് ദി സെക്കൻഡ് ക്രൈറ്റീരിയൻ. സോ ഫസ്റ്റ് ക്രൈറ്റീരിയൻ, അപ്പോൾ ഈ ഒരു ക്രൈറ്റീരിയൻ എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുക,
ഇങ്ങനെ അതേ ഫേസിൽ വന്നാലല്ലേ പഴയ സിഗ്നൽ ആയിട്ടുള്ള ആഡ് ചെയ്യുള്ളൂ അല്ലേ. സോ ആക്ച്വലി പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞ ഈ കൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് വരണം വെച്ചാലേ ഈ ഒരു ഫേസ് ഷിഫ്റ്റ് 0 അല്ലെങ്കിൽ 2π ഡിഗ്രി വരുള്ളൂ. ഓർ പോസിറ്റീവ് ഫീഡ്ബാക്ക് വിൽ ബി പോസിബിൾ ഓൺലി ഇഫ് the input signal is in phase with this signal, feedback signal, right? So അത് സാറ്റിസ്ഫൈ ചെയ്യാനാണ് ശരിക്കും 0 ഡിഗ്രി 2π. സോ അത് തന്നെയാണ് അതിന്റെ രണ്ടാമത്തെ ക്രൈറ്റീരിയൻ, ബാർക്കോസൻ ക്രൈറ്റീരിയന്റെ സെക്കൻഡ് ക്രൈറ്റീരിയൻ. ഓക്കെ, സോ ദ ഫസ്റ്റ് ക്രൈറ്റീരിയൻ ഓഫ് ദ ബാർക്കോസൻ ക്രൈറ്റീരിയൻ ഈസ് the loop gain should be equal to 1, and the second criterion is the phase shift around the loop of this signal should be either 0 or an integer multiple of 2π. ഓക്കെ, സോ ഇതാണ് ബാർക്കോസൻ ക്രൈറ്റീരിയൻ. ഇത് അതിന്റെ എസെൻഷ്യൽ ക്രൈറ്റീരിയൻ ആണ്. ഓക്കെ, ഞാൻ ഈ സിഗ്നലൊക്കെ മാറ്റാം. ഓക്കെ, ഇത് അതിന്റെ എസെൻഷ്യൽ ക്രൈറ്റീരിയൻ ആണ്. ഈ ഒരു ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ചെയ്താലേ ആ പറയുന്ന ഓസിലേറ്റർ അവിടെ ഓസിലേറ്ററായി ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നൗ ബേസ്ഡ് ഓൺ ദിസ് ഒരുപാട് ഓസിലേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിന്റെ നമുക്ക് പഠിക്കാനുള്ളത് 4 ബേസിക് ഓസിലേറ്റേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ 4 നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. അപ്പോൾ ഇതിൽ മെയിൻലി ഈ ഓസിലേറ്റേഴ്സിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംപ്ലിഫയർ ഉണ്ടാവും. ഇറ്റ് മേ ബി BJT ബേസ്ഡ് ആംപ്ലിഫയർ ആൻഡ് ദർ വിൽ ബി എ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഓസിലേറ്റേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിന്റെ ഈ ഫീഡ്ബാക്ക് ബീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഫോംഡ് ബൈ RC കാസ്കേഡ് RC സെക്ഷൻസ്. ഓക്കെ, ഒരു RC സെക്ഷൻസ് ഉള്ള ഒരു 3 RC സെക്ഷൻസിനെ കാസ്കേഡ് ചെയ്തിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ആണ് ഒരു RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ഉള്ളത്. ഓക്കെ, ആൻഡ് വി ഹാവ് എൻ ആംപ്ലിഫയർ A വിച്ച് ഇസ് ഫൗണ്ട് ബൈ BJT. അപ്പോൾ ഇതാണ് ഒരു സ്റ്റാൻഡേർഡ് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. ഇതിലെ ഈ ഒരു സെക്ഷൻ ഓക്കെ, ഇതാണ് ഇവിടുത്തെ ആംപ്ലിഫയർ. ഇത് കൺഫ്യൂഷൻ ആക്കണ്ട. ഓക്കെ, ഞാൻ ഇതിന് മുകളിൽ കൂടെ വരച്ച് കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഞാൻ ജസ്റ്റ് ഒരു മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു പാർട്ടാണ് അതിന്റെ ആംപ്ലിഫയർ. ഓക്കെ, ഓക്കെ, ഇതെന്ത് ആംപ്ലിഫയർ ആണ്? നമ്മുടെ മുന്നേ പഠിച്ച കോമൺ ഇമിറ്റർ ആംപ്ലിഫയർ ആണ്. കോമൺ ഇമിറ്റർ കോൺഫിഗറേഷൻ ആംപ്ലിഫയർ ആണ്. ഓക്കെ, ഓക്കെ, ഇതാണ് അതിന്റെ ആംപ്ലിഫയർ. റെസ്റ്റ് ഈ RC നെറ്റ്വർക്ക്, ഈ 3 ഇതാണ് അതിന്റെ RC ഫീഡ്ബാക്ക്. ഓക്കെ, 3 സ്റ്റേജുള്ള RC ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ആണ് ഇത്. ഓക്കെ, ഇതിലിപ്പോൾ ബീറ്റയാണിത് ആൻഡ് ദിസ് ഈസ് ഇറ്റ്സ് ആംപ്ലിഫിക്കേഷൻ A. ഓക്കെ, ആംപ്ലിഫിക്കേഷൻ A പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോമൺ ഇമിറ്റർ കോൺഫിഗറേഷൻ ആണ്. ഇവിടെ കോമൺ ഇമിറ്റർ കോൺഫിഗറേഷൻ ഇൻപുട്ട് എന്തായിരിക്കും? ഇതായിരിക്കും. ഈ പോയിന്റ് ആണ് അതിന്റെ ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സിഗ്നൽ ഉണ്ട്. ഇങ്ങനെ ഒരു സിഗ്നൽ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കോമൺ ഇമിറ്റർ കോൺഫിഗറേഷൻ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഔട്ട് ഓഫ് ഫേസ് അല്ലെ. 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ് ഒരു കോമൺ ഇമിറ്റർ കോൺഫിഗറേഷന്റെ ഔട്ട്പുട്ടിൽ വരെ. ഓക്കെ, സോ ഈ ഒരു RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിന്റെ ഇവിടെ ഒരു സിഗ്നൽ ഉണ്ടെങ്കിൽ ഈ ആംപ്ലിഫയറിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ്. ഓക്കെ, നൗ ഈ ഔട്ട്പുട്ടാണ് നേരെ എന്തിലേക്ക് കണക്ട് ചെയ്തിരുന്നത്? ഈ RC നെറ്റ്വർക്കിന്റെ കപ്പാസിറ്റി ഈ പോയിന്റിലേക്ക് കൊടുക്കുന്നത്, അതായത് ബീറ്റയുടെ ഈ പോയിന്റ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ത്രൂ 3 സ്റ്റേജസ് ഓഫ് RC നെറ്റ്വർക്ക്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഫെഡ് അറ്റ് ദിസ് പോയിന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു സർക്യൂട്ട് ഒരു ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ബാർക്കോസൻ ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഓൾറെഡി 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഇവിടെ വന്നു. ഇവിടെ ഒരു സിഗ്നല് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആയിട്ട് വന്നു. അപ്പോൾ ഈ ഒരു സിഗ്നൽ വീണ്ടും ഈ നെറ്റ്വർക്കിലൂടെ ഈ പോയിന്റിലേക്ക് വരണമെങ്കിൽ എന്താണ്? നമുക്ക് 0 ഡിഗ്രി അല്ലെങ്കിൽ 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആയിരിക്കണം ഈ പോയിന്റിലേക്ക് സിഗ്നൽ വരുമ്പോഴേക്കും വരേണ്ടത്. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ക്രൈറ്റീരിയൻ, റൈറ്റ്? സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദിസ് RC നെറ്റ്വർക്ക് വിൽ ഗിവ് ദി നെക്സ്റ്റ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. ഓക്കെ, ഈ RC നെറ്റ്വർക്കാണ് അടുത്ത ബാക്കിയുള്ള 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുക്കുന്നത്. സോ വിൽ ഹാവ് എ സിഗ്നൽ വിച്ച് ഈസ് ഇൻ ഫേസ് വിത്ത് ദി പ്രീവിയസ് സിഗ്നൽ. Okay, previous input signal. Okay, so in an RC phase shift oscillator, the amplifier A gives the first 180 degree phase shift. Okay,
and the next 180-degree phase shift is given by the RC network. Okay, ഇതാണ് അതിന്റെ ഫസ്റ്റ് ക്രൈറ്റീരിയ. സോ ദി ബാർക്കോസൻ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈഡ് ഇങ്ങനെയാണ്. പക്ഷേ ഇവിടെ എന്താ ഉള്ളത്, RC നെറ്റ്വർക്ക് ആണ്. ഒരു RC നെറ്റ്വർക്കിന്റെ phase shift, okay, phase shift depends on frequency. Okay, ഒരു RC നെറ്റ്വർക്കിന്റെ phase shift എന്ന് പറഞ്ഞാൽ it depends upon its frequency of the signal. Okay, so like ഇപ്പോൾ ഒരു R ഉം C യും സീരീസ് ആണെങ്കിൽ അതിന്റെ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നെറ്റ് ഇംപിഡൻസ് എന്താണ്, R+j⍵c, R+1/j⍵c അല്ലേ. അപ്പൊ അതിന്റെ ഫേസ് എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് 1/ω⍵c/r എന്നാണ്. അപ്പൊ അതിൽ ഒമേഗ എന്ന് പറയുന്നത് അതിന്റെ ഫ്രീക്വൻസി. സോ ആ ഫ്രീക്വൻസിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ ഫേസ് ഇങ്ങനെ മാറും. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിലാണ് ഈ മൊത്തം 3 നെറ്റ്വർക്കിന്റെ ഫേസ് എത്രയേ ഉള്ളൂ, 180 ഡിഗ്രി ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിൽ 3 നെറ്റ്വർക്ക് ഉണ്ട്. അപ്പൊ ഓരോ, ഞാൻ വേറെ കളർ എടുക്കാം. ഓക്കെ, അപ്പൊ ലൈക്ക് ഇതിൽ 3 നെറ്റ്വർക്ക് ഉണ്ടല്ലോ. അപ്പൊ നെറ്റ്വർക്ക് 1, ഓക്കെ, നെറ്റ്വർക്ക് 2 ആൻഡ് നെറ്റ്വർക്ക് 3. ഓക്കെ, ഇതില് എല്ലാ നെറ്റ്വർക്കും ഐഡന്റിക്കലാണ്. അപ്പോൾ 180 ഡിഗ്രി ഫേസ് ഇവിടുന്ന് മുതൽ ഇവിടെ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരണമെങ്കിൽ ഈ ഓരോ നെറ്റ്വർക്ക് എന്താണ് 60 ഡിഗ്രി ഓഫ് ഫേസ് ഷിഫ്റ്റ് ഇൻഡിവിജ്വലി ആയിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, 60 ഡിഗ്രി ഓഫ് ഫേസ് ഷിഫ്റ്റ് ഇൻഡിവിജ്വലി ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം ആഡ് ചെയ്ത് എത്ര വരും, ഇറ്റ് വിൽ ബി 180 ഡിഗ്രി. ഓക്കെ, സോ വിച്ച് മീൻസ് ഒരു ഇത് പോസിബിൾ ആണ് ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയാണ് അല്ലെ. ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയില്, ഓക്കെ, ഫ്രീക്വൻസിയില് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ സിംഗിൾ എന്ന് പറയാം, ഒരു സിംഗിൾ RC നെറ്റ്വർക്ക്, ഓക്കെ, വിൽ പ്രൊഡ്യൂസ് 60 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ ഒരു സിംഗിൾ RC നെറ്റ്വർക്ക് ഇറ്റ് വിൽ ജനറേറ്റ് 60 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആൻഡ് ടുഗദർ the entire 3 stage will generate 180 degree phase shift. Okay, and that is possible only at one frequency. Okay, it is possible at only at one frequency. Okay, ഈ ഫ്രീക്വൻസിയിൽ മാത്രമേ അത് പോസിബിൾ ആവുള്ളൂ. ഓക്കെ, ആ ഫ്രീക്വൻസിനെ മാത്രമേ അപ്പം എന്ത് ചെയ്യുള്ളൂ, ഇവിടെ വീണ്ടും ഈ സിഗ്നൽ ഇങ്ങനെ ആഡ് ചെയ്ത് ഇവിടെ ഔട്ട്പുട്ടിൽ എന്ത് വരും, ഒരു സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഓസിലേഷൻസ് വരും. ഓക്കെ, ആ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി. ബാക്കി എല്ലാ ഫ്രീക്വൻസിയും ലൈക്ക് ഒരു 60 ഹെർട്സ് ആണെങ്കിൽ 50 ഹെർട്സ് ആയാലും 70 ഹെർട്സ് ആയിട്ടുള്ള വേറെ സിഗ്നൽസ്, നോയ്സ് ആയിട്ടുള്ള സിഗ്നൽ ഉണ്ടെങ്കിൽ അതെല്ലാം അവിടെ അറ്റൻവേറ്റ് ചെയ്തു. ഓൺലി 60 ഡിഗ്രി ഫേസ് ഷിഫ്റ്റുള്ള സിഗ്നൽ മാത്രമേ അവിടെ സസ്റ്റെയിൻ ചെയ്തുള്ളൂ. ഓക്കെ, ഈ ഫ്രീക്വൻസിനെ വിളിക്കുന്ന പേരാണ്, ഓക്കെ, ഈ ഫ്രീക്വൻസിനെ വിളിക്കുന്ന പേരാണ് അതിന്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ, ഓസിലേഷൻ ഓഫ് ഏതാണ്, ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി. ഓക്കെ, ദാറ്റ് ഈസ് നോൺ ആസ് ദി ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. ആൻഡ് ഫോർ എ RC നെറ്റ്വർക്ക് അല്ലെങ്കിൽ RC phase shift oscillator, the frequency of oscillation is given by this relation, F equal to 1/2 pi RC root 6. ഇതാണ് ഒരു RC phase shift ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി. അപ്പൊ ഈ ഒരു ഫ്രീക്വൻസിയിലാണ് ഈ ഒരു ഓസിലേറ്റർ സസ്റ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ട് വരിക. അപ്പൊ ഈ ഒരു വാല്യൂ നമ്മൾ ജസ്റ്റ് ഓർത്ത് വെക്കാം കേട്ടോ. നമ്മൾ പറഞ്ഞത് ഒരു RC phase shift ഓസിലേറ്റർ എന്താണ്, ഓക്കെ, അതിന്റെ ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ RC നെറ്റ്വർക്ക് ആണ്. ഈ RC നെറ്റ്വർക്കുള്ള RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിന്റെ ആംപ്ലിഫയർ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റും ബാക്കി വരുന്ന ഈ RC 3 സ്റ്റേജ് RC നെറ്റ്വർക്ക് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കും. അതിൽ ഇൻഡിവിജ്വൽ RC നെറ്റ്വർക്ക്സ് 60+60 അല്ലെ 60 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്. ഈ ഒരു 60 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കുന്നത് ഒരേ ഒരു ഫ്രീക്വൻസിയിലെ അത് ജനറേറ്റ് ചെയ്യുള്ളൂ, 60 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് അവിടെ റിസൾട്ട് ചെയ്യുള്ളൂ. ആ ഫ്രീക്വൻസിയാണ് ഇതിന്റെ ഔട്ട്പുട്ടിൽ സസ്റ്റെയിൻ ചെയ്യുക. ആൻഡ് ദാറ്റ് ഫ്രീക്വൻസി ഇസ് നോൺ ആസ് ഇറ്റ്സ് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ടു സാറ്റിസ്ഫൈ എന്താണ് ദ ബാർക്കോസൻ ക്രൈറ്റീരിയ. അതിൽ ഒരു ബാർക്കോസൻ ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ആണ് ഈ ഒരു ഫ്രീക്വൻസി. ഓക്കെ, ദ അതർ ബാർക്കോസൻ ക്രൈറ്റീരിയ എന്തായിരുന്നു, ഇറ്റ് വാസ് A beta should be equal to 1. ഓക്കെ, സോ ഇത് സാറ്റിസ്ഫൈ ചെയ്യാൻ, ഈ ഒരു ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ചെയ്യാൻ ദ ഗെയിൻ ഓഫ് ദ ആംപ്ലിഫയർ ഷുഡ് ബി greater than or equal to 29. The gain of the amplifier should be greater than 29. So ഈ രണ്ട് പോയിന്റുകളും അല്ലെങ്കിൽ ഈ രണ്ട് വാല്യൂസും നമ്മൾ ജസ്റ്റ് ഓർത്ത് വെക്കുക. For an RC phase shift oscillator, the gain should be greater than 29, which means ഈ കോമൺ എമിറ്റർ കോൺഫിഗറേഷന്റെ ഗെയിൻ 29 ആയിരിക്കണം. And frequency of oscillation is given as 1/2 pi RC root 6. And this is the frequency at which each RC network will give 60 degree of phase. ഓക്കെ, അപ്പൊ രണ്ടാമത് ഇതിൽ ശ്രദ്ധിച്ചറിയാം ഈ ഫ്രീക്വൻസി അപ്പൊ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുക, ഈ A എന്ന് പറഞ്ഞ
ആംപ്ലിഫയറിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യണം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ ഓഫ് RNC. അപ്പോൾ ഒരു RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ഉണ്ടാക്കുകയാണ്, നമുക്കൊരു 5 kHz ഉള്ള സിഗ്നലിന് ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള റെസിസ്റ്റൻസ് വാല്യൂ ആറും കപ്പാസിറ്റൻസ് വാല്യൂ സിയും സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് ഈ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയാൽ വിൽ ഗെറ്റ് 5 kHz സിഗ്നൽ. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. അതിന്റെ മെയിൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് മെയിൻലി യൂസ്ഡ് ഇൻ ഓഡിയോ ഫ്രീക്വൻസി ജനറേഷൻ. ഇത് ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിലാണ് യൂസ് ചെയ്യുക. ഓക്കെ, ആൻഡ് ദ ഫ്രീക്വൻസി റേഞ്ച് ഇസ് ഫ്രം 100 Hz to 10 kHz. Okay, its frequency range is from 100 Hz to 10 kHz. Very low range ലുള്ള frequency generate ചെയ്യാനാണ് RC phase shift oscillator. Okay, now next oscillator is a Wien bridge oscillator. Okay, Wien bridge oscillator ആണ് അടുത്ത oscillator. Wien bridge oscillatorന്റെ feedback എന്ന് പറയുന്നത്, ഓക്കെ ഞാൻ ഇവിടെ ബീറ്റ എന്ന് പറയാം. This is a Wien bridge network. A Wien bridge network. ഓക്കെ, ഇതാണ് ഒരു വെയിൻ ബ്രിഡ്ജ് നെറ്റ്വർക്ക് ആണ് ഇതിന്റെ ഫീഡ്ബാക്കിൽ. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ വെയിൻ ബ്രിഡ്ജ് നെറ്റ്വർക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ബ്രിഡ്ജ് നെറ്റ്വർക്ക് ആണ് ആൻഡ് ഇറ്റ് ഹാസ് 2 പാർട്സ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചറിയാം, ഒരു RC നെറ്റ്വർക്ക് അല്ല RC സർക്യൂട്ട് ഇൻ സീരീസും Sir, can you show last slide? Sure. Okay. Yeah, this is the last slide. Yeah. കാണാണ്ടോ? ഞാൻ ഈ സ്ലൈഡ് ഷെയർ ചെയ്യും. സോ എന്തെങ്കിലും നോട്ട് ഡൗൺ ചെയ്യാണ്ടെങ്കിൽ അത് നോക്കിയാൽ മതി കേട്ടോ. സോ ഓക്കെ, സോ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, വെയിൻ ബ്രിഡ്ജിൽ. ഓക്കെ, സോ ഈ വെയിൻ ബ്രിഡ്ജ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it has 2 RC എന്താ പറയുക, ഒരു RC നെറ്റ്വർക്ക് ഉണ്ട്. ലൈക്ക് വൺ ഈസ് RNC ഇൻ പാരലൽ, ഇവിടെ വരയ്ക്കാം R1 C1 ആൻഡ് വൺ ഈസ് R2 C2. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചറിയാം ഇതൊരു ബ്രിഡ്ജ് നെറ്റ്വർക്ക് ആണ്. അതിൻ്റെ 2 ആംസുകൾ ഉണ്ട്. ഇപ്പോൾ ഒരു ആമാണ് ഇത് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് ആൻഡ് ദ അതർ ആം ഇസ് ദിസ് വൺ. Okay, so these forms, so we have one series RC and we have one parallel RC as shown here. One series RC and one RC in parallel. Okay, this forms the lead lag circuit. Okay, this forms a lead lag circuit or lead lag network. അതായത് ഒരു RC path സിഗ്നൽ ലീഡ് ചെയ്യുകയാണെങ്കിൽ മറ്റേത് അതിനെ ലാഗ് ചെയ്യും, അതിന്റെ ഔട്ട്പുട്ട് സിഗ്നൽ അതിന് അക്രോസ് ഉള്ള സിഗ്നൽ. ഓക്കെ, സോ ദിസ് ഫോംസ് എ ലീഡ് ലാഗ് സർക്യൂട്ട്. ഓക്കെ, സോ അത്തരം ഒരു നെറ്റ്വർക്കാണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അഗെയിൻ ഇറ്റ്സ് ആൻ RC നെറ്റ്വർക്ക്. ശ്രദ്ധിച്ചറിയാം, മറ്റേ തൊട്ട് മുന്നത്തെ ആയാലും ഒരു RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ RC നെറ്റ്വർക്ക് ആണ്, ഇവിടെയും RC നെറ്റ്വർക്ക് ആണ്. ബട്ട് ഇറ്റ് ഈസ് എന്താണ് കണക്റ്റഡ് ഇൻ എ ഡിഫറെന്റ് ഫാഷൻ. ഇറ്റ് കണ്ടെയ്ൻസ് എ ലീഡ് ആൻഡ് ലാഗ് സർക്യൂട്ട്. ഓക്കെ, നൗ if we carefully check this Wien bridge oscillator, ഇവിടെ വരച്ചിരിക്കുന്ന നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ ഇതാണ് അതിന്റെ ആംപ്ലിഫയർ. ഓക്കെ, സോ ഐ ഹാവ് 2 ആംപ്ലിഫയേഴ്സ് ഹിയർ. സി, ഒരു ആംപ്ലിഫയർ Q1 വെച്ചിട്ടും ഒരു ആംപ്ലിഫയർ Q2 വെച്ചിട്ടും അല്ലെ. രണ്ടും ആരാണ്? രണ്ടും കോമൺ എമിറ്റർ ആംപ്ലിഫയേഴ്സ് ആണ്. ബോത്ത് ആർ കോമൺ എമിറ്റർ. ഓക്കെ, there are 2 common emitter amplifiers and they are cascaded. Okay, so they are cascaded. Okay, so ഇവിടെ ഒരു സിഗ്നൽ വരികയാണെങ്കിൽ ഇതിവിടെ എന്ത് വരും? ഈ സിഗ്നൽ ഇവിടെയാണ് ഇൻപുട്ട് കേട്ടോ. ഔട്ട്പുട്ടിൽ എന്ത് വരും? വി വിൽ ഹാവ് എ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റഡ് സിഗ്നൽ. ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ അല്ലേ. അപ്പോൾ ഇവിടെ തന്നെ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വന്നു. ഈ ഇൻപുട്ട് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് സിഗ്നലാണ് നെക്സ്റ്റ് കാസ്കേഡ് കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ കൊടുക്കുന്നത്. സോ വീണ്ടും എന്താണ്, ഇതിനെ വീണ്ടും ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരും. സോ ഔട്ട്പുട്ട് വിൽ ബി ഇതിന്റെ 180 ഡിഗ്രി പറഞ്ഞാൽ വീണ്ടും പഴയ ഇൻപുട്ട് സിഗ്നൽ പോലെ. സോ 180 ഇവിടെ 360 ഡിഗ്രി ഇവിടെ ഓൾറെഡി വന്നു. ഈ 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആയിട്ടുള്ള സിഗ്നലിനെയാണ് എന്തിലേക്ക് കൊടുക്കുന്നത്? വെയിൻ ബ്രിഡ്ജ് നെറ്റ്വർക്കിന്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഒരു വെയിൻ ബ്രിഡ്ജ് നെറ്റ്വർക്കിന്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഈ വെയിൻ ബ്രിഡ്ജ് സർക്യൂട്ടിന്റെ ലൂടെ സിഗ്നൽ പോയി വീണ്ടും
ഈ പറയുന്ന ആംപ്ലിഫയറിലേക്ക് കൊടുത്തിട്ട്. സോ ദിസ് ഇസ് ബീറ്റ. ഓക്കെ, സോ ദിസ് ഇസ് ഫീഡ്ബാക്ക്. ഓക്കെ, സോ ഇങ്ങനെ. സോ ഇവിടെ ശ്രദ്ധിച്ചറിയാം, ദിസ് ആംപ്ലിഫയർ ഇറ്റ്സെൽഫ്, ഓക്കെ, ദി നെറ്റ് ആംപ്ലിഫയർ ഇറ്റ്സെൽഫ് ഇസ് എ കാസ്കേഡ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. അത് 2-stage കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആണ് ഈ ആംപ്ലിഫയർ. ആൻഡ് ദാറ്റ് ഇറ്റ്സെൽഫ് വിൽ ജനറേറ്റ് 360 degree ഓഫ് ഫേസ്. ഓക്കെ, so which means the feedback network എന്ത് ചെയ്യണം, feedback network should have no phase. Okay, no phase shift. Okay, it should not have any phase shift. So 0 phase shift ആണ്. Okay, ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിന്റെ വെയിൻ ബ്രിഡ്ജ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഷുഡ് ജനറേറ്റ് 0 phase shift in this ഓസിലേറ്റർ. ഓക്കെ, ഇത് ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ, ബാർഖോസൻ ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ വെയിൻ ബ്രിഡ്ജ് നെറ്റ്വർക്ക് എന്താണ്, 0 phase shift ആണ് അവിടെ ജനറേറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് RC phase shift നെറ്റ്വർക്കും ഇതും തമ്മിലൊരു മെയിൻ വ്യത്യാസം. ഓക്കെ, ആൻഡ് ദിസ് ഹാപ്പൻസ് അഗെയിൻ, ഇവിടെ തൊട്ടുമുൻപത്തെ പോലെ ഈ RC നെറ്റ്വർക്ക് ആയതുകൊണ്ട് തന്നെ ഈ ഓരോ ലാഗും ലീഡും സർക്യൂട്ടുകൾ ഒരു പെർട്ടിക്കുലർ ഫേസ് എന്തായാലും സിഗ്നലിൽ അതിൻ്റെ ഔട്ട്പുട്ടിൽ ഉണ്ടാവും അല്ലേ, ബിക്കോസ് ഓഫ് ദി 1/j⍵c കോമ്പണന്റ്. സോ this network will definitely create some phase. Okay, this Wien bridge will definitely create some phase, but the 0 phase shift occurs only at one frequency or at a frequency le. Okay, at a frequency le ivada phase shift endavullu, 0 phase shift ullu only at one frequency. അപ്പോൾ ആ ഫ്രീക്വൻസിയിൽ മാത്രമേ എന്താണ് ബാർഖോസൻ ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ഉള്ളൂ. അപ്പോൾ ആ ഫ്രീക്വൻസി മാത്രമേ ഇവിടെ സസ്റ്റെയിൻഡ് ഓസിലേഷൻസ് ഇവിടെ ആയിട്ട് ഔട്ട്പുട്ട് ആയിട്ട് വരുള്ളൂ. ഓക്കെ, ആൻഡ് ദാറ്റ് ഫ്രീക്വൻസി ഈസ് ഇറ്റ്സ് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. ഓക്കെ, ഫ്രീക്വൻസി അറ്റ് വിച്ച് ദി ഫേസ് ഷിഫ്റ്റ് ഓഫ് ദിസ് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ഈസ് 0. ഓക്കെ, ആൻഡ് ഫോർ എ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ the frequency of oscillation is given as 1/2π root R1C1 R2C2. Okay, ഇതാണ് അതിന്റെ frequency of oscillation. Okay, 1/2π root R1C1 R2C2. And if R1 equal to R2 and C1 equal to C2, R1 equal to R2 and C1 equal to C2 ആണെങ്കിൽ this frequency of oscillation is given as 1/2π RC. So ഓർത്തു വെക്കുക, for equal resistance and capacitance the frequency of oscillation will be 1/2π RC. Okay, now the second criteria, that is for A beta to be 1, the gain of this amplifier should be equal to 3. Okay, next point ആണ്, the gain should be 3. Okay, so this is about Wien bridge oscillator. Normally Wien bridge oscillator audio generators ആയിട്ടും പിന്നെ പല ടെസ്റ്റ് എക്വിപ്മെന്റ്സിൽ നമ്മുടെ ഈ ലാബിലൊക്കെ ഈ ഫ്രീക്വൻസി ജനറേറ്റേഴ്സിലൊക്കെ മെയിൻലി വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റേഴ്സ് യൂസ് ചെയ്യും. ആൻഡ് ഇതിൻ്റെ ഓഡിയോ റേഞ്ച് ലൈക്ക് ഇതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫ്രം 10 Hz to 1 MHz. ഓക്കെ, ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ വി യൂസ് ടു മേക്ക് or we can generate a signal of frequency 10 Hz to 1 MHz. Okay, so this is about Wien bridge. Both Wien bridge and RC phase shift oscillators nu parna, it is for low frequency generation. Okay, and for high frequency generation nammal sadharana use cheya LC oscillators aanu. Okay, so next is regarding LC oscillator. Okay, LC oscillator, this is for high frequency application. Okay, it is for high frequency application. Okay, the first oscillator ആണ് Hartley oscillator. Okay, the previous one was Wien bridge, this is LC oscillator. അതിലെ ഫസ്റ്റ് വൺ ആണ് Hartley oscillator. Hartley oscillator എന്ന് പറഞ്ഞാൽ അപ്പോൾ രണ്ട് oscillators ആണ് LC oscillators ഉള്ളത്. ആദ്യം ഇവിടെ എഴുതാതെ. Okay, LC ഒന്ന് പറയുന്നത് Hartley and second one is Colpit oscillator. Okay, and both these oscillators are for high frequency and they include LC tank circuit. Okay, LC tank circuit in their feedback. Okay, in the feedback LC tank circuits ആണ് അവിടെ
ഇൻകോർപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, അതിൽ ഫസ്റ്റ് ഹാർട്ട്ലി ഓസിലേറ്റർ ആണ്. ഹാർട്ട്ലി ഓസിലേറ്ററിലെ LC ടാങ്ക് സർക്യൂട്ട് എന്ന് പറഞ്ഞതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹാർട്ട്ലി ഓസിലേറ്ററിൽ ബേസിക്കലി 2 ഇൻഡക്ടറും ഒരു കപ്പാസിറ്ററും ഉണ്ടാവുക. ഓക്കെ, ആൻഡ് ഇതിലെ ഈ ഇൻഡക്ടറിന്റെ സെന്റർ ടാപ്പ് ആണ് യൂഷ്വലി ഇതിന്റെ ഫീഡ്ബാക്കിന് യൂസ് ചെയ്യുക കേട്ടോ. ഫീഡ്ബാക്ക് ഇൻപുട്ട് ആയിട്ട് യൂസ് ചെയ്യുക. ഈ സെന്റർ ഈ പറയുന്ന 2 ഇൻഡക്ടറിന്റെ ഇടയ്ക്കുള്ള സെന്റർ പോയിന്റ്, അതായത് സെന്റർ ടാപ്പ് ആണ് അവിടെ ഫീഡ്ബാക്ക് ആയിട്ട് യൂസ് ചെയ്യുക. സോ ഇൻ ഹാർട്ട്ലി ഓസിലേറ്റർ വി ഹാവ് 2 ഇൻഡക്ടേഴ്സ് and 1 capacitor, okay, as LC tank, and this is used as its feedback. Okay, and ഇതിലൊരു സ്റ്റാൻഡേർഡ് ഒരു LC ഓസിലേറ്റർ, ഐ മീൻ ഹാർട്ട്ലി ഓസിലേറ്റർ അവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിലെ ഈ ഒരു സെക്ഷൻ ആണ് ഇതിലെ ആംപ്ലിഫയർ. ഓക്കെ, this is its amplifier. ഓക്കെ, അപ്പോൾ ആംപ്ലിഫയർ ഇതിൽ ഏതാണ്? ഇറ്റ് ഈസ് എ കോമൺ എമിറ്റർ ആംപ്ലിഫയർ അല്ലെ. കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന A. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഗിവൺ ടു ദി ടാങ്ക് സർക്യൂട്ട്, ദാറ്റ് ഈസ് LC ടാങ്ക് സർക്യൂട്ട്. സോ ഇവിടെ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഇൻപുട്ട് സിഗ്നൽ ഉണ്ടെങ്കിൽ ദ ഔട്ട്പുട്ട് വിൽ ബി ഡെഫിനറ്റ്ലി 180 degree phase shift, right? So here the phase shift of this amplifier is 180 degree. So ബാക്കി phase shift ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുക? It will be produced by like I need either 0 degree or 360 degree, right? So ഇവിടെ ബാക്കി 360 ഉണ്ടാക്കണമെങ്കിൽ ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ആണ് 180 degree phase shift ഉണ്ടാക്കുക. So unlike Wien bridge, here again we use a single stage common emitter amplifier. So the common emitter amplifier itself will generate 180 degree phase shift. So other 180 degree is produced by the LC tank. Okay, and again this 180 degree happens at one frequency. Okay, the possible on a frequency and that frequency is given here, that is the frequency of oscillation. Okay, that is f equal to 1 by 2 pi root L1 plus L2 into C. So ഈ ഒരു particular frequency ലെ ഈ ഒരു condition satisfied, that is the LC tank will generate 180 degree of its phase shift. Okay, so ഞാൻ ഇവിടെ annotate ചെയ്യാം. Okay, and the second criteria, that is the A beta equal to 1, that is satisfied when A is greater than or equal to L2 by L1. Okay, അപ്പോൾ അതിൻ്റെ ഒന്ന് എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഓസിലേഷൻ ജനറേറ്റ് ചെയ്യുന്ന ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂവിലാണ്. അപ്പോൾ L1 L2 ആണ് ഈ 2 ഇൻഡക്ടറും, C ആണ് ഈ കപ്പാസിറ്റർ എങ്കിൽ it will happen at frequency f equal to 1 by 2 pi root L1 plus L2 into C, and to satisfy A beta equal to 1, the gain A should be greater than L2 by L1. Okay, ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഫോർ RF സർക്യൂട്ട്സ് ആൻഡ് റേഡിയോ ഫ്രീക്വൻസി, ആൻഡ് ദ റേഞ്ച് ഓഫ് operation or the frequency range is from 100 kilohertz to 30 megahertz. Okay, so this is about the Hartley oscillator. Okay, now similarly we have the other LC oscillator, second oscillator, that is Colpit oscillator. Okay, Colpit oscillator ആക്കൂടി വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the LC tank, തൊട്ടുമുന്നത്തെ വ്യത്യാസം ശ്രദ്ധിച്ചറിയാം. ഇതിൽ ഈ LC ടാങ്കിൽ 2 കപ്പാസിറ്റേഴ്സും ആൻഡ് 1 ഇൻഡക്ടറുമാണ് ഉണ്ടാവുക. ഓക്കെ, ആൻഡ് ദി ഫീഡ്ബാക്ക് ഇസ് ഗിവൺ ഫ്രം ദി നോഡ് ബിറ്റ്വീൻ C1 ആൻഡ് C2. ഓക്കെ, അതായത് C1 ആൻഡ് C2 വിൽ ഫോം എ പൊട്ടൻഷ്യൽ ഡിവൈഡർ there. ഓക്കെ, സോ ദിസ് ഇസ് ദി ഫീഡ്ബാക്ക് സർക്യൂട്ട്. അപ്പോൾ ഈ അനോട്ടേറ്റ് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ആണ് അതിൻ്റെ, അല്ല ഈ ഒരു ബ്ലോക്ക് ആണ് അതിൻ്റെ ഫീഡ്ബാക്ക് സർക്യൂട്ട്. ഇറ്റ്സ് ആൻ LC ടാങ്ക്. ഓക്കെ, ആൻഡ് C1 ആൻഡ് C2 അതിൻ്റെ സെൻറ്റർ പൊട്ടൻഷ്യൽ ഡിവൈഡർ ആയിട്ട് അവിടെ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ സെൻറ്റർ പോയിന്റ് ആണ് ഇവിടെ ഫീഡ്ബാക്ക് ആയിട്ട് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, ആൻഡ് വി ഹാവ് വൺ മോർ ഇൻഡക്ടർ L. ഓക്കെ, ഇറ്റ് ഈസ് സിമിലർ ടു അവർ Hartley oscillator. So its amplifier is a common emitter amplifier. Okay, it will generate 180 degree of phase shift.
the other 180 degree is generated by the feedback, LC time feedback. Okay, again this happens only at one frequency. ആ frequency ആണ് ഇവിടെ വരുന്നത് 1/2 root L into C1 C2 by C1 plus C2. ഇപ്പോൾ രണ്ട് കപ്പാസിറ്റർ സീരീസ് ആയി കണക്ട് ചെയ്ത് അതിന്റെ നെറ്റ് കപ്പാസിറ്റൻസ് എന്താണ്, അതാണ് അവിടുത്തെ നെറ്റ് കപ്പാസിറ്റൻസ്. ഇവിടെ റൂട്ട് LC പോലെ സിന്റെ അവിടെ C1 C2 by C1 plus C2. Okay, so this is that frequency. So this work at this frequency of oscillation. And regarding the second criterion, it happens at when the gain is greater than C2 by C1. Okay, similar to Hartley L2 by L1 ആണെങ്കിൽ ഇവിടെ C2 by C1. Okay, ഇതുവരെ ഇതിന്റെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫോർ RF generation and transmitters, and ഇതിന്റെ range of frequency range എന്ന് പറഞ്ഞാൽ it is from 100 kilohertz to several hundreds of megahertz. So it is for high frequency application. Okay, it is used for high frequency application. So ഇതാണ് different like RC based as well as LC based oscillators. Okay, now next oscillator is crystal oscillator. അപ്പോൾ ഇതിലെ തൊട്ട് മുന്നേ പറഞ്ഞ 4 ഓസിലേറ്ററിന്റെയും ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സർക്യൂട്ട് കോമ്പണൻസ് ആണ്. ഇപ്പോൾ ലൈക്ക് RO CO L ഒക്കെയാണ് ഉള്ളത്. സോ അതിന്റെ വാല്യൂസ് ഒക്കെ ഓരോ കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഓവർ ടൈം അതിൽ വാല്യൂസ് ചെറിയ ചേഞ്ചുകൾ വരാം. ഓൾസോ those components has tolerances, right? സോ അതുകൊണ്ട് തന്നെ അതിന്റെ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ഓൾസോ മേ ബി ലൈക്ക് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് എക്സെട്ര. സോ അതിന്റെ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ അത്ര ഹൈ അല്ല. ഇറ്റ് ഹാസ് ലോ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി. ഹവെവർ ഇൻ മെനി ആപ്ലിക്കേഷൻ വി റിക്വയർ ഹൈ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി. അപ്പം ഹൈ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബേസിക്കലി ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പീസോ മെറ്റീരിയൽ. ഓക്കെ, അത് ക്രിസ്റ്റൽസ് ആണ്, നമ്മുടെ LC RLC discrete components അല്ല. It is made up of piezoelectric material. Okay, piezoelectric crystals വെച്ചിട്ടാണ് നമ്മളവിടെ ഉണ്ടാക്കുന്നത്. ഓക്കെ, ബേസിക്കലി അതൊരു ഒരു മെറ്റീരിയൽ ആണ്. ഇതിന്റെ മെറ്റീരിയലിന് പ്രത്യേക പീസോഇലക്ട്രിക് മെറ്റീരിയൽസിനെ പറ്റി അറിയുണ്ടാവും. അപ്പോൾ നമ്മളൊരു ഫോഴ്സ് അതിന് അക്രോസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ there will be formation of or it will generate a voltage across it, or if I apply a voltage it will bend, or it will have a force being applied across it. Okay, just vice versa. So അത്തരം piezoelectric crystals യൂസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ക്രിസ്റ്റൽ ഓസിലേറ്റർ ഇവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് അതിന്റെ ഇൻവേഴ്സ് പീസോഇലക്ട്രിക് ഇഫക്റ്റ് ആണ്. അതായത് ഒരു വോൾട്ടേജ് അതിനെ ക്രോസ് അപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സിനിസോയിഡൽ സിഗ്നൽ അതിനെ ക്രോസ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ഓസിലേറ്ററിന്റെ മെക്കാനിക്കൽ വൈബ്രേഷൻസ് അവിടെ ഉണ്ടാവും. ബിക്കോസ് ജസ്റ്റ് ഓപ്പോസിറ്റ് ടു വാട്ട് ഹാപ്പൻസ് വെൻ എ ഫോഴ്സ് ഇസ് അപ്ലൈഡ് ഇറ്റ് വിൽ ജനറേറ്റ് എ വോൾട്ടേജ്, റൈറ്റ്? അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ അതിനെ ക്രോസ് ഒരു പ്രഷർ ഇൻഡ്യൂസ് ചെയ്യും. ഐദർ ഇറ്റ് മേ ബി സ്ട്രെച്ച്ഡ് ഓർ സ്ട്രെയിൻ അതിനെ ക്രോസ് വരും. ഓക്കെ, so that is its inverse piezoelectric effect. So that is being used here. So whenever a voltage is applied or a sinusoidal signal is applied, it will start mechanically, it will start vibrating. Okay, that is used here in crystal oscillator. Okay, so most widely used piezoelectric material in piezoelectric materials are quartz crystal. Okay, ഇതിലെ ഈ piezoelectric crystals ആണ് ഈ ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ ഫീഡ്ബാക്കിൽ വെക്കുക. അപ്പോൾ ഐ ഹാവ് ദിസ് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ. ഈ ആംപ്ലിഫയറിന്റെ ഫീഡ്ബാക്കിൽ വെക്കുന്നവരാണ് ഒരു പീസോ ക്രിസ്റ്റൽ ആണ്. ഓക്കെ, പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് ഒരു ഇലക്ട്രിക് ഇക്വാലന്റ് ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ബേസിക്കലി ഇറ്റ് ഈസ് ഇക്വാലന്റ് ടു like having two arms. One is having one series RLC network and the other arm is having a parallel capacitor CP. Okay, series ആമില് ഒരു series RLC valuesഉം അതിന് parallel ആയിട്ട് ഒരു capacitor CP. So this is actually the electrical equivalent of a piezo crystal. Okay, and as I said, it has high frequency stability, and because of this high stability it is mainly used in clocks, microcontrollers oscillating oscillators are used in the crystal oscillator and also used for RF communication. Okay,
and its frequency of oscillation is from 32 kilohertz to 100 megahertz. Okay, now coming to in detail about this piezo crystal, since its electrical equivalent has both series RLC network and parallel RLC network, it will oscillate at two different resonant frequency. അപ്പോൾ ഇവിടെ ഈ ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ വർക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ സേ ഇതിൻ്റെ ഒരു ആംപ്ലിഫയർ ഉണ്ട്, ഓക്കെ, and this piezo crystal is connected at its feedback. Okay, so to satisfy its frequency of oscillation, okay, it will happen at its resonant frequency. Okay, ആ ഫീഡ്ബാക്കിന്റെ റെസൊണന്റ് ഫ്രീക്വൻസി ഏതോ അതിലാണ് അവിടെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ നടക്കുക. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്കിൽ രണ്ട് സീരീസ് നെറ്റ്വർക്ക് ഉണ്ട്, പാരലൽ നെറ്റ്വർക്ക് ഉണ്ട്, RLC നെറ്റ്വർക്ക് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മൊത്തം പീസോ ക്രിസ്റ്റലിന്റെ ഇലക്ട്രിക്കൽ ഇക്വാലന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹാവ് ബോത്ത് സീരീസ് റെസൊണന്റ് ഫ്രീക്വൻസി as well as parallel resonance or parallel resonant frequency. Okay, series resonant frequency apply happens here when its inductive impedance is equal to capacitive impedance. Okay, when inductive impedance and capacitive impedance എപ്പോഴാണോ ഈക്വൽ ആണ് അപ്പോഴാണ് അതിൻ്റെ സീരീസ് റെസൊണന്റ് ഫ്രീക്വൻസി സംഭവിക്കുക. ആൻഡ് അറ്റ് ദിസ് സീരീസ് റെസൊണന്റ് ഫ്രീക്വൻസി ദ ക്രിസ്റ്റൽ ഇംപെഡൻസ് പറഞ്ഞാൽ ഈ മൊത്തം RLC നെറ്റ്വർക്കിന്റെ ഇംപെഡൻസ്, ഓക്കെ, ദിസ് വിൽ ബി ലീസ്റ്റ്. Okay, this will be least. Okay, similarly for parallel resonant frequency happens when the reactance of LS, അതായത് സീരീസ് RLC നെറ്റ്വർക്കിന്റെ റിയാക്റ്റൻസ് എപ്പോഴാണ് ഈ പാരലൽ CP യുടെ റിയാക്റ്റൻസിനോട് ഈക്വൽ ആവുന്നത്. ഓക്കെ, when the series RLC നെറ്റ്വർക്കിന്റെ റിയാക്റ്റൻസ് എപ്പോഴാണ് ഈ പാരലൽ CP-നോട് ഈക്വൽ ആവുന്നത് അപ്പോഴാണ് അതിന്റെ പാരലൽ റെസൊണന്റ് ഫ്രീക്വൻസി സംഭവിക്കുക. ഓക്കെ, ആൻഡ് അറ്റ് ദിസ് the crystal impedance will be the highest or maximum. ഈ ഒരു മൊത്തം ഇംപെഡൻസ് മാക്സിമം ആയിരിക്കും. ഓക്കെ, അപ്പോൾ എപ്പോഴാണ് ഒരു പീസോ ക്രിസ്റ്റലിന്റെ ഇംപെഡൻസ് മിനിമം ആവുക വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അറ്റ് ഇറ്റ് സീരീസ് റെസൊണന്റ് ഫ്രീക്വൻസി ഓർ സീരീസ് റെസൊണൻസ്. ആൻഡ് അതിന്റെ ഇംപെഡൻസ് എപ്പോഴാണ് മാക്സിമം ആവുക, ഇറ്റ് ഹാപ്പൻസ് അറ്റ് വെൻ ദി ഇംപെഡൻസ് ഈസ് മാക്സിമം. ഓക്കെ, ആൻഡ് ദ സീരീസ് റെസൊണന്റ് ഫ്രീക്വൻസി is given as fs equal to 1/2 root LS CS, where LS and CS is series RLC circuit inductor capacitance value ആണ്. And parallel resonant frequency happens when FP is equal to 1/2 root LS into ഇത് രണ്ടും പാരലൽ ആവുമ്പോൾ CS and CP in series ആവുമ്പോൾ CP into CS by CP plus CS അല്ലേ. സോ അതാണ് അതിന്റെ പാരലൽ resonant frequency. And usually the parallel resonant frequency FP will be greater than FS. Parallel resonant frequency എപ്പോഴും സീരീസ് റെസൊണന്റ് ഫ്രീക്വൻസിയൊക്കെ കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ക്രിസ്റ്റൽ ഓസിലേറ്റർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ we will have very highly sustained oscillations, while for a piezoelectric crystal we can have two different frequency. One is its series resonance and one is its parallel resonance. Okay, and frequency ആണ് എന്തുകൊണ്ടാണ് അതാവുന്നത്, because it has both series RLC as well as parallel RLC network in that. Okay, and for a piezo crystal the parallel resonance frequency will be greater than series resonance frequency. Okay, for series resonance മോഡിൽ വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് സർക്യൂട്ട് അവിടെ അടിച്ചിരിക്കുന്നത്. അവിടെ ഈ പറയുന്ന ക്രിസ്റ്റലിന്റെ ഇപ്പോൾ ഈ BJT ആംപ്ലിഫയറിന്റെ ബേസ് ടു കളക്ടർ നോഡിലാണ് ഇതിന്റെ ക്രിസ്റ്റൽ വെച്ചിരിക്കുന്നത്, ശ്രദ്ധിച്ചറിയാം. ആൻഡ് ഫോർ എ പാരലൽ റെസൊണന്റ് മോഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടി, പാരലൽ റെസൊണന്റ് ഫ്രീക്വൻസിയിലെ ഔട്ട്പുട്ട് വരാൻ വേണ്ടി ക്രിസ്റ്റൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് സർക്യൂട്ട് അവിടെ കാണിച്ചിരിക്കുന്നത്. അതിലെ ക്രിസ്റ്റൽ കണക്ട് ചെയ്തിരിക്കുന്ന ദി കളക്ടർ ടു എമിറ്റർ നോഡുള്ള, ശ്രദ്ധിച്ചറിയാം. ഓക്കെ, അപ്പോൾ ഈ സർക്യൂട്ടുകളൊന്നും ജസ്റ്റ് ഓർക്കണം നിർബന്ധമില്ല കേട്ടോ, ഇതൊന്നും ഓർക്കണം എന്നില്ല. പക്ഷെ അതിന്റെ ചില ഈ പറയുന്ന പോയിന്റുകൾ ഓർത്താൽ മതി. എന്തൊക്കെയാണ് അതിന്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ, ഏത് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എത്ര ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കുന്നു, ഓക്കെ, അതിന്റെ ഗെയിൻ എത്രയായിരിക്കണം, ഇത് പ്രോപ്പർലി വർക്ക് ചെയ്യാൻ ഈ എല്ലാ ഓസിലേറ്റേഴ്സിന് ഗെയിൻ എത്രയായിരിക്കണം, അതിന്റെ ഫ്രീക്വൻസി ഓഫ് അല്ലെ ഫ്രീക്വൻസി റേഞ്ച് എത്രയായിരിക്കണം, ഇതൊക്കെയാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. ഓക്കെ, സോ ദീസ് ആർ അബൌട്ട് the different oscillators. Okay, now we'll see some of the questions being asked. Okay, so first question is, okay, so first question is, what is the gain required for a Weinbridge oscillator? ഒരു Weinbridge oscillator gain എത്രയാണ്?
എത്രയായിരുന്നു? ഗെയിൻ ഷുഡ് ബി B3 അല്ലേ? ദ ഗെയിൻ ഷുഡ് ബി ഈക്വൽ ടു 3. എ എന്നാണ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എ വാല്യൂ. ഓക്കെ, 29 എന്ന് പറഞ്ഞാൽ ആരുടെയായിരുന്നു? RC phase shift oscillator ആയിരുന്നു അല്ലേ? ഓക്കെ. Second question, in an Hartley oscillator the frequency is determined by, okay, in a Hartley oscillator the frequency is determined by എന്താണ്? 2 capacitor and 1 inductor. 2 capacitor and 1 inductor ആരാണ്? It is a Colpitts oscillator അല്ലേ? 2 capacitor പറഞ്ഞാൽ Colpitts ആണ്, 2 inductor ആകുമ്പോഴാണ് Hartley. ഓക്കെ, B എന്ന് പറഞ്ഞാൽ 1 capacitor and 2 inductor. Yeah, this is the correct answer. Okay, so answer is B. ബേസിക്കലി ഒരു ഹാർട്ട്ലി ഓസിലേറ്ററിൽ ഏതൊക്കെയാണ് അതിന്റെ ടാങ്ക് സർക്യൂട്ടിൽ എത്ര കപ്പാസിറ്റർ എത്ര ഇൻഡക്ടർ ഉണ്ടെന്ന് ചോദിക്കുന്നത്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് ആർ പ്രിഫേർഡ് ഫോർ ക്ലോക്സ് ബിക്കോസ് ഓഫ് ദെയർ. എന്തുകൊണ്ടാണ് ഒരു ക്ലോക്ക് സിഗ്നലായിട്ട് യൂസ് ചെയ്യുന്നത് ക്രിസ്റ്റൽ ഓസിലേറ്റർ? എന്തുകൊണ്ടാണ്? അതിന്റെ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി, ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഹൈ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി. ഓക്കെ, സോ ആൻസർ ഇസ് സി. ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ ബാർക്കോസൻ ക്രൈറ്റീരിയൻ ഫോർ ഓസിലേറ്റ് requires എന്തായിരുന്നു? phase shift 0 or 360 അല്ലേ? so phase shift should be 0 or 360 and gain should be greater than 1. gain എന്ന് പറഞ്ഞാൽ loop gain കേട്ടോ, loop gain should be greater than or equal to 1. so answer is C. the frequency of a Colpitts oscillator is, Colpitts oscillator എന്തായിരുന്നു? 1/2 pi root L into C1 C2 by C1 plus C2. okay, C. okay, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. In a Colpitts oscillator the feedback is provided through, എങ്ങനെയാണ് ഒരു feedback provided? It is through a capacitive voltage divider. so answer is B. okay, രണ്ട് കപ്പാസിറ്റർ ആണല്ലോ ഉള്ളത്, അതിന്റെ വോൾട്ടേജ് ഡിവൈഡർ ആണ് അതിന്റെ ഫീഡ്ബാക്ക് കൊടുക്കുന്നത്. the frequency of oscillation for a Weinbridge oscillator is given by, Weinbridge oscillator എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആ ഒരു Weinbridge അല്ലേ, അതായത് RC നെറ്റ്വർക്കിന്റെ ലീഗ്ലാഡ് സർക്യൂട്ട്. so the value was 1/2 pi root R1 R2 C1 C2. അപ്പോൾ R ഈക്വൽ ടു, അപ്പോൾ അവിടെ റൂട്ട് ആയിരുന്നില്ലേ, തെറ്റി കൊടുത്തു അല്ലേ, റൂട്ട് R1. അപ്പോൾ when R1 equal to R2 and C1 equal to C2 it will be equal to 1/2 pi RC. okay, so the answer is 1/2 pi RC. so നോക്കുക the frequency of oscillation. yeah, so answer option is A. ബാക്കി എല്ലാവരും LC ആണ്. സോ അത് RC നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഡയറക്റ്റ്ലി പറയാം. വിച്ച് ഓസിലേറ്റർ ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ജനറേറ്റിംഗ് ഫ്രീക്വൻസി ഇൻ ഓഡിയോ റേഞ്ച്? ഓഡിയോ റേഞ്ചിൽ ഏറ്റവും സ്യൂട്ടബിളായി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഏത് ഓസിലേറ്റർ യൂസ് ചെയ്യുക? യൂഷ്വലി അത് വെയിൻബ്രിഡ്ജ് ഓസിലേറ്റർ നമ്മൾ യൂസ് ചെയ്യാം കേട്ടോ, വെയിൻബ്രിഡ്ജ് ഓസിലേറ്റർ. ഓക്കെ, സി. ദി പ്രൈമറി പർപ്പസ് ഓഫ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഇൻ ഓസിലേറ്റർ ഈസ് ടു, ഓക്കെ, എന്തിനാണ് നമ്മുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ആവശ്യം? ഓപ്ഷൻ എ, ആംപ്ലിഫൈ ദി സിഗ്നൽ. ആംപ്ലിഫൈ ചെയ്യാൻ ലൈൻ ആംപ്ലിഫയർ ഉണ്ട് അല്ലേ? പ്രൊവൈഡ് ഫേസ് ഷിഫ്റ്റ് ആൻഡ് ഗെയിൻ. ആക്ച്വലി ദാറ്റ് ഈസ് കറക്റ്റ്. ഓക്കെ, ഫേസ് ഷിഫ്റ്റ് ആൻഡ് ഗെയിൻ, രണ്ട് ഫേസ് ഷിഫ്റ്റ് കൊടുക്കാനും ഗെയിൻ എന്ന് പറയാം. കാരണം എന്താ വെച്ചാൽ ആ ഒരു ബീറ്റ ഫാക്ടർ, അതിലെ ഫീഡ്ബാക്ക് ഗെയിൻ ആണ് ബീറ്റ. ഓക്കെ, ആൻഡ് ഫേസ് ഷിഫ്റ്റ് പല കേസിലും RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിലായാലും LC ടാങ്ക് സർക്യൂട്ടുകളിലായാലും അവിടെ ഫേസ് ഷിഫ്റ്റ് 180 ഡിഗ്രി എന്താണ് ആ ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് കൊടുക്കുന്നത്. ഓപ്ഷൻ സി, സ്റ്റെബിലൈസ് ദ ഫ്രീക്വൻസി ആണോ? സ്റ്റെബിലൈസ് ദ ഫ്രീക്വൻസി ആവാം. ഓക്കെ, ഇറ്റ് ഡിപ്പെൻസ്. ആൻഡ് ഓപ്ഷൻ ഡി, provide negative feedback. So the actual correct answer is B. okay, so provide negative feedback, no, അതൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് അല്ലേ കൊടുക്കുന്നത് അല്ലേ? okay, question 10, a RC phase shift oscillator uses a capacitor of 1/√6 picofarad. find the value of R to produce a frequency of 1000 kilohertz. so RC phase shift oscillator ആണ്. so അതിന്റെ frequency of oscillation എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 pi RC into √6 ആണ് അതിന്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. ഇവിടെ തന്നിരിക്കുന്നതാണ് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷന്റെ വാല്യൂ എത്രയാണ്? 1000 ആണ് അല്ലെ? ഞാൻ ഇവിടെ എഴുതാം 1000 ആണ്. ആൻഡ് 1/2 pi, ആറിന്റെ വാല്യൂ അറിയില്ല. സോ ആർ, കപ്പാസിറ്ററിന്റെ വാല്യൂ എത്രയാണ്? 1/√6 pi into √6. ഓക്കെ, സോ ഇവിടെ √6ഉം √6 നമുക്ക് ക്യാൻസൽ ചെയ്യാം, പൈ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, സോ ദിസ് വിൽ ബി ഈക്വൽ ടു 1/, okay, and this is pi, right? 1/6
പൈക്കോ ഫാരഡ് ആണ്. സോ നമുക്കിതിനെ 10⁻⁻12 അല്ലേ പൈക്കോ ഫാരഡ്. ഓക്കെ, ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 1000 കിലോഹെർട്സ് കെ. ഓക്കെ, ഇത് രണ്ടും നമ്മൾ വിട്ടുപോയി. ഓക്കെ, 1000 കെ ആൻഡ് 10⁻⁻12 അല്ലേ. ഈ ഒരു കപ്പാസിറ്റൻസ് വാല്യൂ എത്രയാണ്? 1/√6 പൈ പൈക്കോ ഫാരഡ്. പൈക്കോ പറഞ്ഞാൽ ഇറ്റ് ഈസ് 10⁻⁻12. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദിസ് 2r into ഈ 6 ഒക്കെ പോയി, സോ ഇറ്റ് വിൽ ബി 10⁻⁻12, റൈറ്റ്. സോ ആറിന്റെ വാല്യൂ എന്തായിരിക്കും? r അങ്ങോട്ട് കൊണ്ടുകഴിഞ്ഞാൽ r ഈക്വൽ ടു 1/2 into 10⁻⁻12, ബാക്കി 1000 k, അല്ലേ. 1000 k എന്ന് പറഞ്ഞാൽ 10 പവർ k എന്ന് പറഞ്ഞാൽ 3 അല്ലേ. സോ 10⁻6 ഓർ 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5 by 10⁻⁻6. 12 6 പോയ 6, സോ 0.5 into 10⁻6 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എത്രയാണ്? കിലോ ഓമിലാണ് പറഞ്ഞത്. അപ്പോൾ ഇറ്റ് വിൽ ബി 500 kilo ohm. Right, so it is 500 kilo ohm. Answer is B. So we just need to substitute those values. Okay, direct question ആണ്. പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത ആൻസർ കണ്ടെത്താലോ, അതാണ് ഇങ്ങനെ ഒരു വാല്യൂ തന്നിരിക്കുന്നത്. ഓക്കെ, so answer is B, 500 kilo. So question number 11, the number of RC network required to be cascaded in RC phase shift oscillator. RC phase shift oscillator എന്നാണ് അതൊരു RC നെറ്റ്വർക്കുകൾ, 3 RC നെറ്റ്വർക്കിനെ കാസ്കേഡ് ചെയ്തതാണ് RC phase shift oscillator അല്ലേ. അതിന്റെ ഫീഡ്ബാക്ക്. സോ ഹൗ മെനി നെറ്റ്വർക്ക് വി റിക്വയർ 3 അല്ലെ. അതിന്റെ ഈച്ച് നെറ്റ്വർക്ക് ഏതാണ്? 60 ഡിഗ്രി ഓഫ് ഫേസ് ഷിഫ്റ്റ് അവിടെ ജനറേറ്റ് ചെയ്യും. ഓക്കെ, ക്വസ്റ്റൻ നമ്പർ 12, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ റിഗാർഡിംഗ് ദ ബാർക്കോസൻ ക്രൈറ്റീരിയൻ. ഓക്കെ, ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇറ്റ് ഈസ് സഫീഷ്യന്റ് കണ്ടീഷൻ ഫോർ ഓസിലേഷൻ. ഇറ്റ് ഈസ് സഫീഷ്യന്റ് കണ്ടീഷൻ ഓഫ് ഓസിലേഷൻ. ആക്ച്വലി ദിസ് ഇസ് റോങ്. അത് ക്രിട്ടിക്കൽ ആണ്, നെസസറി കണ്ടീഷൻ ആണ്, ബട്ട് ഇറ്റ് ഈസ് ആക്ച്വലി നോട്ട് ദ സഫീഷ്യന്റ്. ഒരു നെറ്റ്വർക്ക് ബാർക്കോസൻ ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ചെയ്തു കഴിഞ്ഞാൽ, ഓക്കെ, അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ഓസിലേറ്റ് ചെയ്തോളും നിർബന്ധമില്ല. കാരണം അതിന്റെ ബാക്കി വരുന്ന നെറ്റ്വർക്ക് കാരണം അതിന്റെ ലൈക്ക് കണക്ട് ചെയ്യുന്ന റെസിസ്റ്ററോ അല്ലെങ്കിൽ ഈവൻ വയറിന്റെ റെസിസ്റ്റൻസ് കാരണം അവിടെ അറ്റുനേഷൻ സംഭവിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അതിന്റെ ഔട്ട്പുട്ട് ഫേഡ് ചെയ്ത് പോകാം. ഇറ്റ് മേ നോട്ട് ഓസിലേറ്റ്. സോ ഇറ്റ് ഈസ് നോട്ട് ദ സഫീഷ്യന്റ് condition, but it is a necessary condition. Okay, so it is a necessary condition but not sufficient condition for oscillation. So answer is B. Actually it is a necessary condition. Definitely അത് സാറ്റിസ്ഫൈ ചെയ്തോളണം, പക്ഷെ ആ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് തന്നെ അത് ഓസിലേറ്റ് ചെയ്തോളണമെന്നില്ല. അതിന് ചില ഫാക്ടറുകളെല്ലാം കറക്റ്റ് ആയി വന്നാലിനെ അല്ലെങ്കിൽ അവിടെ അറ്റുനേറ്റ് ചെയ്യാത്ത വേറെ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്ത് ചെയ്യുള്ളൂ, it will oscillate. So it is a necessary condition but not sufficient. It applies only for RC oscillators? No, only for എല്ലാറ്റും പറ്റും. Okay, so answer is B. Question 13, the frequency of a crystal oscillator depends on എന്താണ്? Depends on temperature? No, temperature independent ആണ്. Supply voltage? No, supply voltage ഡിപ്പെൻഡ് ചെയ്യില്ല. ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യില്ല. അവിടെ ഒരു RLC സർക്യൂട്ട് പോലെയാണല്ലോ അല്ലേ. ഓപ്ഷൻ സി, ഡയമെൻഷൻ ഓഫ് ആൻഡ് കട്ട് ഓഫ് ദ ക്രിസ്റ്റൽ. അതാണ് കറക്റ്റ് ആൻസർ. ആ ക്രിസ്റ്റലിന്റെ ഡയമെൻഷൻ അല്ലെ ക്രിസ്റ്റലിന്റെ പ്രോപ്പർട്ടീനെയാണ് ആക്ച്വലി ആ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഡിപ്പെൻഡ് ചെയ്യുക. അതൊരു ചെറിയൊരു ഒരു ക്രിസ്റ്റൽ അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ മാത്രമാണ് ശരിക്കും ഒരു ക്രിസ്റ്റൽ ഓസിലേറ്റർ. ഓക്കെ, ക്വസ്റ്റൻ 14, the crystal oscillators are commonly used in high power amplifiers? No. Okay, RF ഫിൽറ്റേഴ്സിലാണോ യൂസ് ചെയ്യല്ല. ഓക്കെ, ക്ലോക്ക് ജനറേഷൻ ഫോർ മൈക്രോപ്രൊസസർ. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. എപ്പോഴും ഒരു മൈക്രോപ്രൊസറിന്റെ ക്ലോക്ക് ജനറേഷന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് യൂസ് ചെയ്യുക. In a Weinberg oscillator, the feedback network produces. Okay, Weinberg oscillator feedback network എന്നാണ് ഇതിനെ എന്തിനായിട്ട് പറയുന്നത്? അതിന്റെ ഫേസ് ഷിഫ്റ്റുകളെ, ഫേസ് ഷിഫ്റ്റ് പറയുമ്പോൾ എന്താണ്, വെയിൻബ്രിഡ്ജ് ഓസിലേറ്ററിലെ 2 കാസ്കേഡഡ് ആംപ്ലിഫയേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആംപ്ലിഫയറിന് 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ബാക്കി വരുന്ന ആ വെയിൻബ്രിഡ്ജ് എന്താണ്, 0 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ് അവിടെ യൂസ് ചെയ്യുക, ജനറേറ്റ് ചെയ്യുക. ഓർ ഇറ്റ് ജനറേറ്റ്സ് നോ ഫേസ് ഷിഫ്റ്റ്. Okay, or it results in no phase shift at the desired frequency. Desired frequency or the frequency of oscillation. Okay, so answer is option B. 16th question, what is the primary principle behind the operation of a crystal oscillator? Okay, എന്താണ് primary principle എന്തായിരുന്നു? It's piezoelectric effect, right? That also the inverse piezoelectric effect. Okay, voltage കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വൈബ്രേറ്റ് ചെയ്യുക അല്ലേ, സിനുസോയിഡൽ സിഗ്നൽ അവിടെ
കൊടുക്കുമ്പോൾ അത് വൈബ്രേറ്റ് ചെയ്യുന്നു, മെക്കാനിക്കൽ വൈബ്രേഷൻ ഉണ്ടാവണം, അതാണ് ഇൻവേഴ്സ് പീസോഇലക്ട്രിക് എഫക്ട്. 17th question, which material is most commonly used in crystal oscillator due to availability and mechanical strength? ഏതാണ്? Quartz crystal. Okay, the answer is C. Okay. Question number 18, at the parallel resonance frequency the crystal impedance is, parallel resonance frequency series ഉണ്ട്, അതിന്റെ ഇംപെഡൻസിനെ പറ്റി പറഞ്ഞിരുന്നു അല്ലേ. പാരലൽ റെസൊണൻസ് ഫ്രീക്വൻസിയിൽ എന്താണ്, the impedance will be maximum. Of answer is C. And എപ്പോഴാ മിനിമം ആവുക, മിനിമം happens when it is series resonance frequency. സീരീസ് റെസൊണൻസ് ഫ്രീക്വൻസി സമയത്താണ് അതിന്റെ ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ അല്ലെ ക്രിസ്റ്റലിന്റെ ഇംപെഡൻസ് മിനിമം ആവുക. while it happens it will be maximum when FP is when the frequency of oscillation is at parallel resonance frequency. Okay. Okay. So okay, അത്രേ ഉള്ളൂ ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. 18 question. Okay, so ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഡിഫറെന്റ് what is oscillators, which are the different oscillators. Okay, what is the criterion, necessary criterion for a feedback system, a positive feedback system to oscillate. Okay, Barkhausen criterion. And what are the different oscillators available, okay, for RC or LC oscillators and one crystal oscillator. And ഇവരെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തത്. Okay, so that's all for today.